പുലരി ടേസ്റ്റ് ടൈംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഒരു സ്വാദേറിയ പലഹാരവുമായിട്ടാണ് വന്നിരിക്കുന്നത്. ചക്ക കൊണ്ടാണ് ഈ പലഹാരം ഉണ്ടാക്കുന്നത്. ഒരു ഉണ്ണിയപ്പമാണ് ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പോൾ നാട്ടിലെല്ലായിടത്തും ചക്ക ഇഷ്ടംപോലെയുള്ള സമയമാണ്. ഇത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. സാധാരണ നമ്മുടെ അരിപ്പൊടി ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അരി കുതിർത്ത് അരയ്ക്കാതെ സാധാരണ അരിപ്പൊടി വെച്ചിട്ട്, അത് വറുക്കാത്ത അരിപ്പൊടിയാണേലും മതി. വറുക്കാത്തതോ വറുത്തതോ ആയ അരിപ്പൊടിയും ഉപയോഗിക്കാം. വറുക്കാത്ത അരിപ്പൊടിയാണ് കൂടുതൽ നല്ലത്. അപ്പോൾ നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് അരിപ്പൊടി 2 കപ്പ് അരിപ്പൊടിയാണ്. ഇത് ഗോതമ്പ് പൊടി, അത് 1 കപ്പ്. ഇത് ചക്ക നല്ല വരിക്ക ചക്കയാണ്. ഇത് ഏകദേശം ഒരു 20-25 ചുളയോളം വരും. പിന്നെ ഇത് ശർക്കര പാനി. ഇത് ഞാൻ ഒരു 400 ഗ്രാം ശർക്കര ഉരുക്കി വെച്ചിരിക്കുന്നത്, ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളത്തിൽ ഉരുക്കി വെച്ചിരിക്കുന്നതാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് കരിപ്പെട്ടിയാണ്. നിങ്ങൾക്ക് കരിപ്പെട്ടി കിട്ടുവാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇനി ശർക്കരയാണ് ഉള്ളതെങ്കിൽ ശർക്കര വെച്ചിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ഇത് ആവശ്യത്തിന് തേങ്ങാക്കൊത്ത് ഇതിൽ വറുത്തിടാം. പിന്നെ ഒരു 4-5 ഏലക്ക. പിന്നെ വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ എള്ളാണ്. ഇനി നമുക്ക് ഉണ്ണിയപ്പത്തിനുള്ള മാവ് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ആദ്യം ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഈ ചക്ക നല്ലപോലെ പൾപ്പാക്കി എടുക്കുക എന്നുള്ളതാണ്. അത് നമ്മുടെ മിക്സിയുടെ ജാറിലിട്ട് ഒട്ടും വെള്ളം ചേർക്കാതെ നമുക്ക് ഇത് പൾപ്പാക്കി എടുക്കാം. ഇപ്പോൾ ഞാൻ ആ ചക്ക മുഴുവൻ പൾപ്പാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പാനിലിട്ട് ഒന്ന് വരട്ടിയെടുക്കാം. വരട്ടിയെടുക്കാന്ന് വെച്ചാൽ ഇതിൻ്റെ ഇതിലുള്ള വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് കളയുന്ന അത്രയും സമയം നമുക്കതൊന്ന് വരട്ടിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചക്ക നല്ലപോലെ വരട്ടി എടുത്തിട്ടുണ്ട്. ഈ ഒരു അവസ്ഥ എത്തുമ്പോഴത്തേക്കും ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഈ ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് നല്ലതുപോലെ തണുപ്പിക്കാം. തണുത്തതിന് ശേഷം മാത്രമേ നമ്മളിത് അരിപ്പൊടിയിലേക്ക് ചേർക്കാവൂ. ഇതേ സമയം നമുക്ക് ഇതിലേക്ക് വറുത്തിടാനുള്ള തേങ്ങാക്കൊത്ത് വറുത്തെടുക്കാം. അതിന് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നെയ്യിലാണ് ഈ തേങ്ങാക്കൊത്തും പിന്നെ എള്ളും ഒക്കെ വറുത്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് വറുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങാക്കൊത്ത് ഏകദേശം വറുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന എല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം. പൊട്ടി വരുമ്പോഴാണ് എള്ളിൻ്റെ മൂപ്പാകുന്നത്. അങ്ങനെ പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ തേങ്ങാക്കൊത്തും എള്ളും നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട്. ഇനി ഈ നെയ്യോട് കൂടിയാണ് നമ്മൾ അരിപ്പൊടി കുഴച്ച് വെച്ചിരിക്കുന്നതിലേക്ക് ചേർക്കുക.
ഏകദേശം പൊട്ടലൊക്കെ നിന്നിട്ടുണ്ട്, എല്ലാം വറുത്ത് പൊട്ടുന്നതിലൊക്കെ നിന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഉണ്ണിയപ്പത്തിനുള്ള മാവ് തയ്യാറാക്കാം. ആദ്യം നമുക്ക് ഒരു ബൗളിലേക്ക് ഈ അരിപ്പൊടിയും ഗോതമ്പ് പൊടിയും ചേർത്ത് കൊടുക്കാം. രണ്ടും കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഒരു നുള്ള ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. അത് ഇതിൻ്റെ ഒരു മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ്. ചെറിയ നുള്ള ഉപ്പ് ചേർക്കാം. ഇനി നമുക്ക് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന ചക്ക ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് ചക്ക ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ശർക്കര പാനി കുറേശ്ശെ ഒഴിച്ച് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ കുറേയൊക്കെ മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. നമ്മൾ ശർക്കര പാനി മുഴുവൻ ഒഴിച്ചിട്ടില്ല, കുറച്ചേ ഒഴിച്ചിട്ടുള്ളൂ. ഇനി ബാക്കിയുള്ള ശർക്കര പാനിയും കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ശർക്കര പാനി മുഴുവൻ ചേർത്ത് നമ്മളത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മധുരം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. മധുരം കുറവ് തോന്നുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ശർക്കര വെള്ളത്തിൽ അലിയിപ്പിച്ച് തിളപ്പിച്ച് പാനിയാക്കി ഇതിൻ്റെ കൂടെ ചേർക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യത്തിന് മധുരമുണ്ടെങ്കിൽ ഈ മാവ് ലൂസാക്കാൻ വേണ്ടി നമുക്ക് നോർമൽ പച്ചവെള്ളം ചേർത്ത് ഈ മാവ് ഇഡ്ഡലി മാവിനേക്കാൾ കുറച്ചുകൂടി കട്ടിയാക്കിയ രീതിയിൽ കുഴച്ചെടുക്കാം. ഞാനിവിടെ കുറച്ച് വെള്ളം ചേർത്ത് നമ്മുടെ ബാറ്റർ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഏലക്കയും ജീരകവും കൂടെ ചേർക്കാം. അതുപോലെ തന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും വെള്ളം ഇതിലേക്ക് ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ ബാറ്റർ ഇവിടെ റെഡിയായി. ഇത് കുറച്ച് സമയം നമുക്ക് മൂടി വയ്ക്കാം. അതിനുശേഷം ഉണ്ണിയപ്പം ചുട്ടെടുക്കാം. ഇപ്പോൾ നമ്മുടെ ബാറ്റർ കുഴച്ച് വെച്ചിട്ട് ഏകദേശം 1 മണിക്കൂറായി. അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ ബാറ്റർ നമുക്കൊന്ന് കുഴച്ച് വയ്ക്കാം. അതിനുശേഷമാണ് നമ്മൾ ഉണ്ണിയപ്പം ചുട്ടെടുക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പം നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയാണ് ഇത്രയും സമയം വയ്ക്കുന്നത്. ഇനി നമുക്ക് ഉണ്ണിയപ്പം ചുട്ടെടുക്കാൻ തുടങ്ങാം. ഞാനിവിടെ ഫ്ലെയിം ഓൺ ചെയ്ത് ഒരു ഉണ്ണിയപ്പച്ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നല്ല ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഉണ്ണിയപ്പച്ചട്ടി നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഞാനിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ കുഴികളിലേക്ക് ഒഴിച്ചാൽ മതിയാവും. നല്ലപോലെ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് മാവ് കോരി ഒഴിക്കാം. ഇപ്പോൾ നമ്മുടെ എണ്ണ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മാവ് കോരി ഒഴിച്ച് ഉണ്ണിയപ്പം ചുട്ടെടുക്കാം. ഇഡ്ഡലി മാവിനേക്കാളും കുറച്ചുകൂടെ കട്ടിയുള്ള ഒരു മാവായിരിക്കണം ഇതിന് വേണ്ടത്. എന്നാലേ നമ്മുടെ ഉണ്ണിയപ്പം നല്ല രീതിയിൽ നമുക്ക് കിട്ടുകയുള്ളൂ.
ഇപ്പോൾ ഞാനിതിൻ്റെ എല്ലാ കുഴികളിലും മാവ് കോരി ഒഴിച്ചിട്ടുണ്ട്. ഇതിനി ഇപ്പോൾ തന്നെ ഇത് സൈഡിൽ നിന്ന് കുറച്ച് വെട്ട് വരുന്നത് കാണാമല്ലോ. അത് അടിഭാഗം ഏകദേശം വേവെന്ന് കാണുമ്പോൾ നമുക്കിതിനെ മറിച്ചിടാം. ഒരു ഫോർക്ക് കൊണ്ടോ പപ്പടം കുത്തി കൊണ്ടോ എന്തെങ്കിലും കൊണ്ട് അത് മറിച്ചിടാം. ഇപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് എടുക്കാവുന്നതാണ്. സ്വാദിഷ്ടമായ ഉണ്ണിയപ്പം ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് നല്ല ടേസ്റ്റിയാണ്, അതുപോലെ നല്ല സോഫ്റ്റാണ്. ഒട്ടും തന്നെ എണ്ണ കുടിക്കാത്ത ഒരു ഉണ്ണിയപ്പം കൂടിയാണിത്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.